ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് വളരെ സൈഡ് വേസ് നിന്ന ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു ചെറിയൊരു ബുള്ളിഷ്നെസ്സിലേക്ക് കയറി വരുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 25,000 മേളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് ന്യൂസസ് ഉണ്ട്. ട്രംപ് തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. യെസ്റ്റർഡേ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു ഡിപ്ലോമാറ്റ്സ് ആർ ഡിസ്കസിങ് വിത്ത് ദറ്റ് ടാരിഫ് തിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ആക്ച്വലി ട്രംപിൻ്റേതായ സോഷ്യൽ മീഡിയയിലൂടെ അത് കൺഫേം ചെയ്തിട്ടുണ്ട് നമ്മളൊരു ട്രേഡ് ടോക്കിലാണ് എന്നുള്ളത്. അത് വലിയൊരു പോസിറ്റിവിറ്റിയാണ്. ഇൻഫിയുടെ ബൈബാക്ക് എന്ന് പറയുന്നത് വളരെ വലിയൊരു പോസിറ്റിവിറ്റിയാണ്. സോ മാർക്കറ്റ് മൊത്തത്തിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവത്തിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അപ്പോൾ 24,800 തന്നെ കുറേ പൊസിഷൻസ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഫണ്ട് കൂടെ അതിനെ ആഡ് ചെയ്യാനുണ്ട്. അത് 25,000 മേളിലൊന്ന് സോളിഡായിട്ട് ക്ലോസ് ചെയ്തൊരു തൃപ്തി വരട്ടെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ ദേവയാനിയുണ്ട്, ഇൻഫോസിസ് ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, ഡാബർ താഴോട്ട് കുറച്ച് വരും. പക്ഷേ ബൈയിങ് പ്രൈസിൻ്റെ മേളിൽ എപ്പോഴും നിൽക്കുന്നത്. ബിക്കോസ് ഫണ്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. FMCGയിൽ നിന്ന് ഓട്ടോ സെക്ടറിലേക്ക്, IT സെക്ടറിലേക്ക് ഷിഫ്റ്റ് ആവും. അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ അത് നേരെ FMCGയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഡാബർ കയറും. എല്ലാ സ്റ്റോക്കും പറക്കുന്ന സ്റ്റോക്ക് തന്നെ കയ്യിലിരിക്കണം എന്നില്ല. മാർക്കറ്റ് വീഴുന്നാലോ എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ വന്നാലോ അതിനെ ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻസും പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവണം. സോ അങ്ങനെ ആ ഡാബർ അവിടെ ഇരിക്കുന്നത്. പിന്നെ വിശാൽ മെഗാമാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്ക് ഒരുപാട് കാലം മുന്നേ തൊട്ട് പറയുന്നുണ്ട്, ദേവയാനി പറയുന്നുണ്ട്. ഈ സ്റ്റോക്കെല്ലാം ഫണ്ടിൽ കിടപ്പുണ്ട്. സോ അതെല്ലാം കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് 6-7% മേളിൽ 3-3.5% വെച്ച് കയറിയിട്ടുണ്ട്. സോന കോംസ്റ്റാർ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഒരു 2 ആഴ്ചയ്ക്ക് മുന്നെയാണ്, ഈ കഴിഞ്ഞ ആഴ്ചയിലല്ല, ഇടയ്ക്ക് സോന കോംസ്റ്റാർ പറഞ്ഞിരുന്നു. ടാറ്റ കൺസ്യൂമർ പറഞ്ഞിരുന്നു. അത് എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല. ബിക്കോസ് ആ ഒരു പൊസിഷൻ മാത്രം ഞാൻ പേഴ്സണലി എടുത്തിട്ടില്ല. KP80 ടെക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പൊസിഷൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന 6 സ്റ്റോക്കിൽ 6 പ്രോഫിറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു 7-5% മേളിലൊക്കെയാണ് നിൽക്കുന്നത്. 25,000 കഴിയട്ടെ. ഇതിലൊരു ഹൈ മൊമെൻറ്റം വരണമെങ്കിൽ ആ ഒരു സമയം കൂടെ കഴിയണം. സോ അത്രയേ ഉള്ളൂ. ഡാബർ അധികം പെർഫോം ചെയ്യില്ല എന്നുള്ളത് അറിയുന്നതിൻ്റെ റീസൺ കൂടെ പറഞ്ഞു. അത് എപ്പോഴും ഒരു പോർട്ട്ഫോളിയോ, ഒരു വാച്ച് ലിസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ അതിൽ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം എന്നുള്ളത് എനിക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനത് അവിടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദി മാർക്കറ്റ് ഇപ്പോൾ ഒരു സോളിഡായിട്ടുള്ളൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ചാർട്ടിലേക്ക് കിടക്കാം. ഓക്കെ, കുറച്ച് തിരക്കുകൾ കാരണം കഴിഞ്ഞ 1-2 ദിവസം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ, ലൈവ് ട്രേഡിങ്ങിനകത്ത് ഇരിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. സോ കംപ്ലീറ്റ് ക്യാപിറ്റലും സ്വിംഗ് പൊസിഷനിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. സോ ഗ്രൂപ്പിനകത്ത് അധികം ആക്റ്റീവ് ആവാത്തതിൻ്റെ റീസണും കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം സ്ക്രീനിൻ്റെ ഫ്രണ്ടിലിരിക്കാനുള്ള ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മേലിൽ ഇന്നലെ വന്നിട്ട് തിരിച്ച് വീണ്ടും താഴെ വന്നു. അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോവുക ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലാണ്. അതായത് എവിടെ നിന്നാണോ നമ്മളൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് സെല്ല് ചെയ്തത് ആ ഏരിയയിൽ വരും. എന്നിട്ട് അവിടെ സെല്ലിങ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് കയറും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇത്രയും ടൈം എടുത്ത് ഇതൊരു ട്രെൻഡ് ലൈന് ക്രിയേറ്റ് ചെയ്ത് ഇത് കാണുന്നുണ്ട്. ട്രെൻഡ് ലൈന് ക്രിയേറ്റ് ചെയ്ത് ആക്ച്വലി ഇവിടെ നിന്ന് കയറി തിരിച്ചിത് വലിയൊരു കയറ്റം കയറിയെങ്കിലും പറ്റുന്നില്ല, വന്നു വീണ്ടും ബയ്യേഴ്സിനെ അക്കുമുലേറ്റ്. ഇതൊരു വലിയൊരു കൺസോൾട്ടേഷൻ പ്ലസ് അക്കുമുലേഷൻ സോണാണ്. അവിടെ നിന്നിട്ട് അത് ആൾക്കാരെ ഗ്രാബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ ബയ്യേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ അറിയാം, നിഫ്റ്റി 50-ലെ സ്റ്റോക്സൊക്കെ നന്നായിട്ട് കയറുന്നുണ്ട്. നിഫ്റ്റി കയറുന്നില്ല എന്നുള്ളത് കയറാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഇന്ന് മാർക്കറ്റ് ചിലപ്പോൾ മുകളിലേക്ക് പോയേക്കാം. അപ്പോൾ അത് നോക്കി വയ്ക്കുക. താഴേക്കാണെങ്കിൽ ഈ 880 താഴെ വരുമ്പോൾ ചെറിയൊരു നെഗറ്റിവിറ്റി, 800 താഴെ വീണ്ടും നെഗറ്റിവിറ്റി ഉള്ളു. ആ 800 അല്ല, നമ്മൾ ലാസ്റ്റ് കണ്ട 750-760 റേഞ്ചിലൊക്കെയാണ് താഴേക്കുള്ള ഒരു തിങ്ങിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതേ ഉള്ളൂ. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ലെവൽസ് ഉണ്ട്. 960 കിടപ്പുണ്ട്. 25,000 മേളിൽ കയറി കഴിഞ്ഞാൽ 25,100 കിടപ്പുണ്ട്. ഈ ഒരു ലെവൽസ് വാച്ച് ചെയ്യുക.
നല്ലൊരു ട്രേഡ് കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബിക്കോസ് അത് നല്ലൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പോലത്തെ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട്, ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഉണ്ട്. എല്ലാ പാറ്റേണും സെറ്റ് ചെയ്യുന്നത് ഒരു അപ് ട്രെൻഡിലേക്കാണ്. മാർക്കറ്റിൽ ഇതുവരെയുള്ള ന്യൂസസും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ഒരു അപ് ട്രെൻഡിന് പോസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫണ്ട് മാക്സിമം സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് മാറ്റിയിട്ടത്. സ്വിംഗ് ട്രേഡിന് കയറട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിൽ അത് കയറുന്നുണ്ട്. സന്തോഷം. നിങ്ങളിലും കുറേ പേര് ആ പൊസിഷൻ എടുത്തിട്ടുണ്ടെന്ന് മെസ്സേജിൽ ഞാൻ കണ്ടു. നല്ലത് തന്നെ. കീപ് എസ് എൽ ഫോർ ഷുവർ. ബിക്കോസ് ഇൻഫിയൊക്കെ അത്യാവശ്യം കയറി. നമ്മൾ ഇന്നലെ മെനഞ്ഞെന്നോ പറയുന്ന സമയത്ത് ഇത് 1440 റേഞ്ചിൽ കിടക്കുമായിരുന്നു. ഐ തിങ്ക് ഇപ്പോൾ ഏതാണ്ട് ഇൻഫി 5-8% കയറി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, 5% മേളിൽ കയറിയിട്ടുണ്ട്. 1420 റേഞ്ചിലാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വീഴുന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ കൊള്ളാമെന്ന് പറഞ്ഞൊരു സപ്പോർട്ടിൻ്റെ അടുത്തെന്ന് പറഞ്ഞൊരു ഏരിയ അവിടെ നിന്നിട്ട് കയറുന്നുണ്ട്. പക്ഷേ ഇനിയും അതിന് മൊമെൻ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു ബെയറിഷ് ട്രെൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് കയറി വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെ കൊണ്ടാണ് ആ പൊസിഷനൊന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടുകയാണെങ്കിൽ നല്ലൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 1600 to 1720 പ്ലസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതവിടെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സെപ്റ്റംബർ 11 അതിൻ്റെ ആനുവൽ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. സോ ആ ഒരു ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രെൻഡിനനുസരിച്ചിട്ടൊക്കെ പോവും പൊസിഷൻ. അത് ആ ഒരു കൺഫ്യൂസിങ് ഫാക്ടർ മാത്രമാണ് അവിടെയുള്ളത്. ബൈബാക്കിൻ്റെ പ്രൈസ് എന്താണെന്ന് അറിയില്ല, ആനുവൽ മീറ്റിംഗ് എന്താണെന്നുള്ളത് അറിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിസ്ക് എടുക്കുന്നവർ ബോട്ടമിൽ എടുക്കാറുണ്ട്. സോ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത് 1427 അങ്ങനെ എങ്ങാണ്ടാണ്. സോ അത് ബോട്ടമാണ് എന്നുള്ളത് കൊണ്ടാണ് അതവിടെ മേടിച്ച് വെച്ചിരിക്കുന്നത്. ഫൈൻ. അപ്പോൾ വേറെന്താണ്? വേറെ ക്രൂഡ് ഓയിൽ ആക്ച്വലി അത്ര പോസിറ്റീവ് അല്ല. ക്രൂഡ് ഓയിൽ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിൽക്കുവാണ്. ഇപ്പോൾ ഇവിടെ ഒരു സെല്ലിംഗ് വരുന്നുണ്ടല്ലേ, അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 5600 റേഞ്ചിൽ ക്രൂഡ് ഓയിൽ ഒരു അത്ര ഗുഡായിട്ടുള്ളൊരു ഏരിയ അല്ല. ഇതൊരു ചിലപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത് പോയാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോയാൽ ചിലപ്പോൾ താഴേക്ക് വീണ്ടും വീഴാനുള്ള സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് മേളിലേക്ക് കയറാനുള്ള ന്യൂസസ് ഒന്നും കാണുന്നില്ല. സോ ദാറ്റ് വലുതായിട്ട് അതിനകത്ത് CE സൈഡിലോ PE സൈഡിലോ പോകേണ്ട. പെട്ടെന്ന് കിട്ടും. ഒരു PE ആണെങ്കിലും CE ആണെങ്കിലും കിട്ടുന്നുണ്ടാവും. ട്രേഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ അനാലിസിസ്. HDFC ബാങ്ക് 972 മേളിൽ കയറിയാൽ ഇൻട്രാഡേ ഉണ്ട്. ഈ പറയുന്ന മിക്കവാറും എല്ലാ സ്റ്റോക്സിനും ഇൻട്രാഡേ ട്രേഡ് ഉണ്ട്. എല്ലാം ബുള്ളിഷ് സൈഡിലേക്കാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് നിൽക്കുന്നത്. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.